നിന്നുള്ള ഈ കാഴ്ചകൾ എത്ര ഭക്തി നിർഭരമാണെന്ന് നോക്കൂ. ഇതാ ആ പോലീസ് അയ്യപ്പന്മാർ തിരുവാഭരണപ്പെട്ടി ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിക്കുന്നു. തന്ത്രിയുടെ കൈകളിൽ കൊടുക്കാൻ വേണ്ടി ആ മുന്നിൽ ആടി ആടി അയ്യപ്പനന്റെ മുമ്പിലേക്ക് എത്തുന്ന ആ തിരുവാഭരണപ്പെട്ടി അല്പസമയത്തിനകം ഇത് ആഴി 18 പടി കടന്ന് ആഴി മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ആഴിയും തിരുവാഭരണപ്പെട്ടിയും മാത്രമാണ് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുക. മറ്റ് 2 പെട്ടികൾ മാളികപ്പുറത്തേക്കാണ് പോവുക. മറ്റ് 2 പെട്ടികളും ഈ പറയുന്ന 18-ാം പടിക്കരികിലേക്ക് എത്തില്ല. മറ്റ് 2 പെട്ടികളും പോകുന്നത് മാളികപ്പുറത്തേക്കായിരിക്കും. തന്ത്രി ആ തിരുവാഭരണപ്പെട്ടി സ്വീകരിച്ച് ഭഗവാന് ചാർത്താൻ അല്പനേരം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അല്പനേരത്തിനകം ആ തിരുവാഭരണം ചാർത്തിയുള്ള വന്നമ്പലത്തിനുള്ളിൽ ഭഗവാന്റെ തിരുദർശനത്തിനുള്ള ദീപാരാധനയുടെ സമയമാണ്. ആ ദീപാരാധന നടക്കുന്ന അതേ സമയം എല്ലാ കണ്ണുകളും ആ പുല്ലുമേട്ടിലും പാഞ്ചാലിമേട്ടിലും പരുന്തുംപാറയിലും നിലയ്ക്കലിലും അയ്യന്തോടും ഇലമങ്കലിലും വലിയാനവട്ടത്തും ഒക്കെ ഭക്തലക്ഷങ്ങൾ, പാണ്ഡിത്താവളത്തൊക്കെ ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്നത്, അവർ കാണാൻ ആഗ്രഹിക്കുന്നത് ആ പൊന്നമ്പലമേട്ടിൽ ധർമ്മശാസ്താവിന്റെ മൂലസ്ഥാനത്ത് മകരവിളക്ക് തെളിയുന്നതാണ്. ആ മകരവിളക്ക് തെളിഞ്ഞ അല്പസമയത്തിനകം ആകാശത്ത് പരുന്തുകൾ, കൃഷ്ണപ്പരുന്തുകൾ വട്ടമിട്ട് പറക്കും. ആ വട്ടമിട്ട് പറക്കുന്ന അതേ സമയത്ത് നമുക്ക് ഉത്രം നക്ഷത്രം, ഭഗവാന്റെ നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം ആകാശത്ത് തെളിയും. ആ സായുജ്യമണയുന്ന കാഴ്ചകൾക്ക് വേണ്ടി, ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഭക്തലക്ഷങ്ങൾ മുഴുവൻ ശരണമന്ത്രമുഖരിതമായ, വാദ്യഘോഷമുഖരിതമായ അന്തരീക്ഷത്തിൽ ആഴിയുടെ മുഴുവൻ ശോഭ കൊണ്ട്, പ്രഭ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തിൽ 18-ാം പടി കയറി തിരുവാഭരണ ഘോഷയാത്ര മുകളിലേക്ക് കയറുകയാണ്. ഗംഗാധരസ്വാമി തലച്ചുമടായി 83 കിലോമീറ്റർ സഞ്ചരിച്ച് പരമ്പരാഗത കാനനപാതകൾ തേടി പേരൂർത്തോടും വലിയാനവട്ടവും ഒക്കെ താണ്ടി എത്തിയ ആ തിരുവാഭരണത്തിന്റെ പെട്ടി പോലീസ് അയ്യപ്പന്മാരുടെ കാവലിൽ, പോലീസ് അയ്യപ്പന്മാരുടെ അകമ്പടിയോടുകൂടി ഇതാ മുകളിലേക്ക് 18 പടികളും തൊഴുതുകൊണ്ടാണ് അയ്യപ്പന്മാർ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. കാമക്രോധ ലോകമോഹാദികളുടെയും പഞ്ചേന്ദ്രിയങ്ങളുടെയും ഒക്കെ പ്രതീകമായിട്ടുള്ള 18 പടികളും കടന്ന് അവിടെ എത്തുമ്പോൾ തത്വമസിപ്പോഴും തിരിച്ചറിയാനുള്ള ആ മഹാമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് എത്ര ആയിരങ്ങളാണ് ആ തിരുസന്നിധി നിൽക്കുന്ന. എല്ലാവരും തൊഴുന്നു. ഭഗവാന്റെ ആ തിരുവാഭരണപ്പെട്ടി തൊഴുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെ തന്ത്രിയുണ്ട്, മേൽശാന്തിയുണ്ട്, അവരെല്ലാം കാത്തിരിക്കുന്നത് ഈ തിരുവാഭരണപ്പെട്ടി സ്വീകരിച്ച് ഭഗവാന് ചാർത്തി മഹാദീപാരാധന നടത്തുന്നതിന് വേണ്ടിയാണ്. ഇന്ന് ഭഗവാൻ രാജകീയമായ വേഷത്തിൽ ഭക്തർ